സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേര്. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്നു, ഏതാണ്? ആംബ്ലിയോപ്പിയയാണ്. ആംബ്ലിയോപ്പിയ. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേരാണ് ആംബ്ലിയോപ്പിയ. മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അമിനോ അമ്ലങ്ങൾ. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അമിനോ ആസിഡ്. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് നല്ല കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. അടുത്തത്, തുരിശിന്റെ രാസനാമം. തുരിശിന്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. തുരിശിന്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം. ലോക്പാൽ ജനസംരക്ഷകൻ. ജനസംരക്ഷകൻ എന്നാണ് ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം. ജനസംരക്ഷകൻ. ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരം കമന്റ് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം 20 ആണ്. 20 അമിനോ ആസിഡുകളാണ് വേണ്ടത്. 20. മഴവില്ലിൽ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന ഘടകവർണ്ണം ഏതാണ്? മഴവില്ലിൽ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്നത് വയലറ്റ് ആണ്. ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? ചുവപ്പാണ്. നടുക്കായിട്ട് കാണപ്പെടുന്ന നിറം പച്ചയാണ്. അപ്പൊ മഴവില്ലിൽ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന ഘടകവർണ്ണം ഏത് എന്ന് ചോദിച്ചാൽ വയലറ്റ്. ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഘടകവർണ്ണം ഏതാണ്? ചുവപ്പാണ്. നടുക്കായിട്ട് കാണപ്പെടുന്നത് പച്ച. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്കാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക്. പാക് കടലിടുക്ക്. അടുത്ത ചോദ്യം, മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്ത ചോദ്യം, ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? 1900 മുതൽ 2400 കലോറി വരെയാണ് ഊർജം ആവശ്യമായിട്ടുള്ളത്. 1900 മുതൽ 2400 കലോറി വരെയാണ് ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി ആവശ്യമായിട്ടുള്ള ഊർജം. 1900 മുതൽ 2400 കലോറി. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി.
ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗമുണ്ടാകുന്നത് ഏത് ധാതുവിൻ്റെ കുറവ് കാരണമാണ്? കാൽഷ്യമാണ്. കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം. ഓസ്റ്റിയോപൊറോസിസ് കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്നു. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരം. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റിസ് എന്നത്. ഗ്ലോസിറ്റിസ് ഇത് ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റിസ്. ഇത് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ്? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ബി. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതി. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ വാത്സല്യ എന്നതാണ്. ലക്ഷ്യം എന്താണ്? കാണാതായ കുട്ടികളെ കണ്ടെത്തുക. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് താർ മരുഭൂമിയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് താർ മരുഭൂമി. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം മുംബൈ ആണ്. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം മുംബൈ. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണ്? അന്തർദേശീയ രസതന്ത്ര വർഷം 2011 2011 അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റാണ് പാർസെക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റാണ് പാർസെക്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എ. നിശാന്തത ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്നതാണ് നിശാന്തത. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? GV രാജ പുരസ്കാരം. ഗോദവർമ്മ രാജ പുരസ്കാരം. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു കാൽഷ്യം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു ഏത്? കാൽഷ്യം. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല. കോഴിക്കോട് വിമാനത്താവളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത്. രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ. രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് വിഷുവങ്ങൾ. ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത്. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22. ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് 22.
കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏത്? കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദികളാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ നമുക്കറിയാം, കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ഇതിൽ വലിയ നദി കബനി, ഏറ്റവും ചെറിയ നദി പാമ്പാറാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ഏതാണ്? ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. മഴക്കോട്ടുകൾ, ടെന്റുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധ സ്വഭാവത്തിന് കാരണം. മഴക്കോട്ടുകൾ, ടെന്റുകൾ എന്നിവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധ സ്വഭാവത്തിന് കാരണം പ്രതലബലമാണ്. പ്രതലബലം. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് യവനപ്രിയ കുരുമുളകാണ് യവനപ്രിയ എന്ന് അറിയപ്പെട്ടിരുന്നത് കുരുമുളക്. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരാണ് അഗ്നിച്ചിറകുകൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് എന്ത്? കുജാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് കുജാലകങ്ങൾ. ഡൈനാമോ കണ്ടുപിടിച്ചത് ആരാണ്? ഡൈനാമോ മൈക്കൽ ഫാരഡേ ആണ്. ഡൈനാമോ കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ് ഡൈനാമോ കണ്ടുപിടിച്ചത്. മൈക്കൽ ഫാരഡേ. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാപ്പി ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. വയനാട്. ഒരു നക്ഷത്രത്തിന്റെ നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു നക്ഷത്രത്തിന്റെ നിറം അതിൻ്റെ താപനിലയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു നക്ഷത്രത്തിന്റെ നിറം സൂചിപ്പിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ താപനിലയെയാണ്. താപനില. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ 50 ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. 50-ാം വാർഷികത്തിൽ 9ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് ആരാണ്? വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? അന്തർദേശീയ കടുവാ ദിനം ആയിട്ട് ആചരിക്കുന്നത് ജൂലൈ 29 ജൂലൈ 29 അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത്. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് എത്ര ശതമാനം സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്? മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്. 10%. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം. വുൾഫ്രം ടങ്സ്റ്റൺ ആണ്. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ എന്തിൻ്റെയാണ്? നാഡികളുടെ. വിറ്റാമിൻ ഇ. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ സ്ഥാപകൻ ഡോക്ടർ CO കരുണാകരനാണ്. ഡോക്ടർ CO കരുണാകരൻ. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ സ്ഥാപകനാണ് ഡോക്ടർ CO കരുണാകരൻ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഏതാണ്? കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഉറുമ്പുകൾ ഫിറമോൺ ആണ്. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഫിറമോൺ.
ശാസ്ത്രീയമായ മത്സ്യകൃഷി അറിയപ്പെടുന്നത്. ശാസ്ത്രീയമായ മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. ശാസ്ത്രീയമായ മത്സ്യകൃഷി പിസികൾച്ചർ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ കുതിര ഏതാണ്? ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ കുതിരയാണ് പ്രോമിത്യ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിര പ്രോമിത്യ. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. ഫംഗസുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മൈക്കോളജി. മൈക്കോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ്. ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം. ആസാമിന്റെ ഏതാണ്? സാത്രിയയാണ്. ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമായിട്ട് അറിയപ്പെടുന്നത് സാത്രിയ. സാത്രിയ ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്? ആസാമിൻ്റെതാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി PC മഹലനോബിസ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് PC മഹലനോബിസ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? കൻവർ സിംഗ്. കൻവർ സിംഗ്. സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈ. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലികയാണ്. ക്രൊമാറ്റിൻ ജാലിക. മൈക്രോസ്കോപ്പിന്റെ സഹായത്തിൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ. മൈക്രോസ്കോപ്പിന്റെ സഹായത്തിൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക്. ഇന്ത്യയിൽ ആദ്യമായി പ്രോട്ടീൻ ഡേ ആചരിച്ചത് എന്ന്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രോട്ടീൻ ഡേ ആചരിച്ചത് 2020 ഫെബ്രുവരി 27-നാണ്. 2020 ഫെബ്രുവരി 27-നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രോട്ടീൻ ഡേ ആചരിച്ചത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയത് ഓടക്കുഴലാണ്. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി ഏതാണ്? ഓടക്കുഴൽ. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം ആണ്. ലൈസോസോം. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. പഞ്ചവത്സര പദ്ധതി 1951. 1951-ലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടിയിലാണ്. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഏത്? ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം പ്രോട്ടീനാണ്. പ്രോട്ടീൻ. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ ആണ്. അമ്മീറ്റർ. വൈദ്യുത പ്രവാഹം അമ്മീറ്റർ. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില. പെട്രോളിയം രൂപം കൊള്ളുന്നത് അവസാദശിലയിലാണ്. അവസാദശില. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏത്? ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗാ നദിയാണ്. ഗംഗ. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്നത് ക്യോഷിയോക്കർ, മരാസ്മസ് എന്നിവ. ക്യോഷിയോക്കർ, മരാസ്മസ് എന്നിവ പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? ക്യോഷിയോക്കർ, മരാസ്മസ്. എന്തിന്റെ കുറവ് മൂലം? പ്രോട്ടീനിന്റെ കുറവ് മൂലം. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത്. കുടിയേറ്റക്കാരുടെ ജില്ല ഇടുക്കി ജില്ലയാണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്.
ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 1954. ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയിൽ ഏതാണ് കൂടുതൽ ഊർജ്ജം നൽകുന്നത്? ഇപ്പോൾ ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പും കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് ഏതിൽ നിന്നുമാണ്? കൊഴുപ്പിൽ നിന്നുമാണ്. കൊഴുപ്പ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന ശില്പം ഒഡീസി. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിൻ. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയഡിൻ. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗം. കുട്ടികളിൽ വിറ്റാമിൻ ഡി കാണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് കാണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലിനോളജി. സെലിനോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം. ഏറ്റവും കൂടുതൽ താപം കറുപ്പാണ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ്. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപം. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഡയോഡ്. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഡയോഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക്. ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:1. 2:1. കാറ്റിനെ കുറിച്ചുള്ള പഠനം. കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹം ഏതാണ്? അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹമാണ് ഏതാണ്? അനൂസാറ്റ്. അനൂസാറ്റ് നിർമ്മിച്ചത് അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹമാണ് അനൂസാറ്റ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ റാവു സാഹിബ്. റാവു സാഹിബ് അയ്യത്തൻ ഗോപാലനാണ്. അയ്യത്തൻ ഗോപാലൻ. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു ഏതാണ്? ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ്. ഇരുമ്പ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. കിസാൻഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? കിസാൻഘട്ട് ചരൺ സിംഗിന്റെ സമാധി സ്ഥലമാണ് കിസാൻഘട്ട്. ചരൺ സിംഗ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. അവസാനത്തെ ചോദ്യം, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നെല്ലാണ്. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? നെല്ലാണ് ധാന്യവിളകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.